സ്നേഹവും തണലും നൽകേണ്ട വീട്ടുകാർ ചിലപ്പോഴെങ്കിലും കുട്ടികൾക്ക് ശ്വാസം മുട്ടിക്കുന്ന ഇടമാവാറുണ്ട്. നീ എന്തിനും കൊള്ളാത്തവനാണ്, നിന്നേക്കാൾ എത്രയോ ഭേദമാണ് അയൽപ്പക്കത്തെ കുട്ടി തുടങ്ങിയ താരതമ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തെ എത്രത്തോളം തകർക്കുമെന്ന് മുതിർന്നവർ പലപ്പോഴും ചിന്തിക്കാറില്ല. മാതാപിതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നതും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെയും സ്വപ്നങ്ങളെയും തല്ലിക്കെടുത്തുന്നതും ടോക്സിക് പേരന്റിങ്ങിന്റെ ഭാഗമാണ്. ശാരീരികമായ ഉപദ്രവത്തെക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നത് മാനസികമായ ഇത്തരത്തിലെ അവഗണനകളാണ്. സ്നേഹത്തിന്റെ പേരിൽ നൽകുന്ന ഈ സമ്മർദ്ദങ്ങൾ കുട്ടികളെ വിഷാദത്തിലേക്കും ഉൾവലിവിലേക്കും നയിക്കുന്നു. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ കുട്ടികളുടെ ഉടമസ്ഥരല്ല, മറിച്ച് വഴികാട്ടികളാണ്. തെറ്റുകൾ തിരുത്തുന്നത് ശിക്ഷിച്ചുകൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ ആവരുത്, മറിച്ച് ചേർത്ത് നിർത്തുകയും കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യണം. ഓരോ കുട്ടിക്കും അവരുടേതായ വ്യക്തിത്വമുണ്ടെന്നും അത് വളരാൻ ആവശ്യമായ സ്വാതന്ത്ര്യം അവർക്ക് നൽകണമെന്നും തിരിച്ചറിയുന്നിടത്താണ് നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കുന്നത്. ഭയത്തിൽ അനിഷ്ഠിതമായ അനുസരണയേക്കാൾ പരസ്പര ബഹുമാനത്തിൽ അനിഷ്ഠിതമായ സ്നേഹമാണ് ഓരോ വീടിനും വേണ്ടത്. നിശബ്ദരായി സഹിക്കുന്നതിനു പകരം കുട്ടികൾക്ക് പറയാനുള്ളത് തുറന്നു പറയാൻ കഴിയുന്ന ഒരിടമായി നമ്മുടെ വീടുകൾ മാറട്ടെ.